സാമ്പത്തിക തകർച്ചയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നതെന്താണ്? സ്വാഭാവികമായും നമ്മളെല്ലാവരും ചെയ്യുന്നതുപോലെ ചിലവുകൾ ചുരുക്കും, പുതിയ കാര്യങ്ങൾ വാങ്ങുന്നത് അങ്ങ് നിർത്തിവെക്കും, അല്ലേ? അതെ, മിക്കവാറും ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. എന്നാൽ ഇതേ സാമ്പത്തിക മാന്ദ്യകാലത്ത് ചില കമ്പനികൾ തങ്ങളുടെ പരസ്യ ബഡ്ജറ്റ് ഇരട്ടിയാക്കുകയും വൻ ലാഭം കൊയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് കേട്ടാലോ? ഓഹോ, അത് ശരിക്കും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതെ, അതെങ്ങനെ സാധ്യമാകുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും വിശദമായ ഈ അന്വേഷണത്തിലേക്ക് സ്വാഗതം. ജോൺ എ ക്വിൽച്ച്, കാത്രിൻ ഇ ജോക്സ് എന്നിവർ ഹാർവർഡ് ബിസിനസ് റിവ്യൂവിൽ പ്രസിദ്ധീകരിച്ച അതിപ്രശസ്തമായ ഒരു ലേഖനത്തിലൂടെ നമ്മളിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആ രഹസ്യമാണ്. തീർച്ചയായും ഇതൊരു സാധാരണ ബിസിനസ് ചർച്ച മാത്രമല്ല കേട്ടോ. അതെ, നമ്മൾ വെറുതെ കുറേ സാമ്പത്തിക ശാസ്ത്രം സംസാരിക്കുകയല്ല, മറിച്ച് ഈ മാന്ദ്യകാലത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കുറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഇത് വളരെ കൗതുകകരമായൊരു യാത്രയായിരിക്കും. അതെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നോക്കൂ, നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് പ്രതിസന്ധി വരുമ്പോൾ കമ്പനികൾ പരസ്യം നിർത്തി പണം ലാഭിക്കണമെന്നാണ്. എല്ലാവരും അതുതന്നെയല്ലേ പറയുക? അതെ, കൃത്യമായി പറഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ എല്ലാവരും ഒരേപോലെ പണം ചെലവാക്കുന്നത് നിർത്തുമെന്നാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടുതന്നെ കമ്പനികൾ തങ്ങളുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കി ഒളിച്ചിരിക്കണം എന്ന് പലരും ചിന്തിക്കുന്നു. ഒരു സേഫ് ഗെയിം കളിക്കുക. അതെ, പക്ഷേ ഹാർവർഡ് ബിസിനസ് റിവ്യൂവിലെ ഈ ലേഖനം പറയുന്നത് പൂർണ്ണമായും മറ്റൊരു കാര്യമാണ്. പ്രതിസന്ധികൾക്കിടയിലും ചില കമ്പനികൾ വലിയ വിജയം നേടുന്നത് അവർ ഈ സാഹചര്യത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു മനഃശാസ്ത്രപരമായ കോണിലൂടെ കാണുന്നതുകൊണ്ടാണ്. അതായത് മാർക്കറ്റിംഗ് വെറുമൊരു ചിലവല്ല എന്ന്. അതെ, മാർക്കറ്റിംഗ് എന്നത് ഈ സമയത്ത് വെറുതെ ഒഴിവാക്കാവുന്നൊരു ആഡംബരമല്ല, മറിച്ച് കമ്പനിയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായ ഒരു ഉപകരണമാണ്. ഒരു നിമിഷം, എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി കമ്പനികൾ നമ്മളെ ഉപഭോക്താക്കൾ എന്ന നിലയിൽ കാണുന്നത് ചില ഡേറ്റകളുടെ അടിസ്ഥാനത്തിലല്ലേ? ശരിയാണ്, ജനസംഖ്യാ കണക്കുകൾ വെച്ചിട്ട്. അതെ, അതായത് നമ്മുടെ പ്രായം, വരുമാനം, അല്ലെങ്കിൽ നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നൊക്കെ നോക്കിയാണ് അവർ പരസ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് 40 വയസ്സിന് മുകളിലുള്ളവർ അല്ലെങ്കിൽ പുതിയതായി മാതാപിതാക്കളായവർ എന്നൊക്കെ തരംതിരിച്ചാണ് അവർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണ്. അപ്പോ ഒരു സാമ്പത്തിക മാന്ദ്യത്തിൽ ഈ കണക്കുകൾക്ക് ശരിക്കും പ്രസക്തിയുണ്ടോ? ഈ പഴയ രീതികൾ വെച്ചുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അവിടെയാണ് ഈ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലിരിക്കുന്നത്. സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ ഈ പഴയ ജനസംഖ്യാ കണക്കുകൾക്കോ വരുമാന കണക്കുകൾക്കോ യാതൊരു പ്രസക്തിയുമില്ല. ശരിക്കും? അതെന്താ അങ്ങനെ? കാരണം ഇവിടെ പ്രാധാന്യം നിങ്ങളുടെ പേഴ്സിലെ പണത്തിനല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിലെ ഭയത്തിനാണ്. സാമ്പത്തിക ചുറ്റുപാടുകളോടുള്ള ആളുകളുടെ വൈകാരിക പ്രതികരണങ്ങൾക്കാണ് ഇവിടെ മുൻതൂക്കം. വൈകാരിക പ്രതികരണങ്ങളോ? അതായത് ഓരോരുത്തരും പേടിയെയോ ആശങ്കയോ എങ്ങനെ നേരിടുന്നു എന്നതനുസരിച്ചാണോ അവർ സാധനങ്ങൾ വാങ്ങുന്നത് തീരുമാനിക്കുന്നത്? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. പത്രത്തിൽ ഒരു മോശം സാമ്പത്തിക വാർത്ത കാണുമ്പോൾ നിങ്ങൾ വൈകാരികമായി എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനടിസ്ഥാനമാക്കി മനുഷ്യരെ പ്രധാനമായും 4 തരംതിരിക്കാം എന്നാണ് ലേഖകർ വാദിക്കുന്നത്. ഓഹോ, 4 വിഭാഗങ്ങൾ. അതിലാദ്യത്തേതാരാണ്? ഇവർക്ക് സാമ്പത്തികമായി വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നാളെ തന്റെ ജോലി പോകുമോ എന്ന ഭയം അവരെ നിരന്തരം വേട്ടയാടുന്നുണ്ടാകാം, അല്ലേ? അതെ, അതാണ് അവസ്ഥ. അതുകൊണ്ടുതന്നെ ഇവർ തങ്ങളുടെ എല്ലാത്തരം ചെലവുകളും ഒറ്റയടിക്ക് വെട്ടിച്ചുരുക്കുന്നു, എല്ലാം നിർത്തിവെക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം? രണ്ടാമത്തെ വിഭാഗമാണ് പ്രയാസമുണ്ടെങ്കിലും ക്ഷമയുള്ളവർ, അഥവാ പെയിൻഡ് ബട്ട് പേഷ്യന്റ്. ഈ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഇതിൽപ്പെടുന്നവരാണ്. അതായത് ഒരു ശരാശരി മനുഷ്യൻ. അതെ, ഇവർക്ക് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുണ്ട്, എല്ലാം ശരിയാകും എന്നവർ കരുതുന്നു. എങ്കിലും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് ചെറിയൊരു ഭയമുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധിച്ചു മാത്രം പണം ചിലവാക്കുന്നവരാണിവർ. ഇത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എല്ലാവരും ഇങ്ങനെ പേടിച്ചു ജീവിക്കുന്നവരായിരിക്കില്ലല്ലോ എന്നാണ്. സാമ്പത്തിക പ്രതിസന്ധി ഒട്ടും ബാധിക്കാത്തവരും കാണില്ലേ? അപ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും വിഭാഗം ആരാണ്?
അവർക്ക് ഈ മാന്ദ്യം ഒരു പ്രശ്നമല്ലേ? അത് വളരെ രസകരമായ മറ്റ് രണ്ട് വിഭാഗങ്ങളാണ്. മൂന്നാമത്തേത് സാമ്പത്തികമായി സുരക്ഷിതർ അഥവാ കംഫർട്ടബിളി വെൽ ഓഫ് എന്ന വിഭാഗമാണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള ഒരു 5% ആളുകളോ വിരമിച്ച ആളുകളൊക്കെ ആയിരിക്കാം അല്ലേ? അതെ, വളരെ സുരക്ഷിതമായ നിക്ഷേപങ്ങളുള്ള വിരമിച്ചവരൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇവർ പഴയതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങും. എന്നാൽ ചുറ്റുമുള്ളവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ തങ്ങൾ മാത്രം ആഡംബരം കാണിക്കുന്നത് മോശമല്ലേ എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാകും. അതൊരു സാമൂഹികമായ പേടിയാണ്. അതെ, അതുകൊണ്ട് തങ്ങളുടെ പർച്ചേസുകളിൽ അവർ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളായിരിക്കും. ഇനി നാലാമത്തെ വിഭാഗം ഇന്നിൽ ജീവിക്കുന്നവർ അഥവാ ലീവ് ഫോർ ടുഡേ വിഭാഗമാണ്. ഇതിൽ കൂടുതലും യുവാക്കളാണ്. നാളെയെക്കുറിച്ച് വലിയ ഉത്കണ്ഠകളില്ലാത്തവർ. തീർച്ചയായും ഇവർ തങ്ങളുടെ ദൈനംദിന ചിലവുകളിൽ, ഉദാഹരണത്തിന് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിലോ ഫോൺ വാങ്ങുന്നതിലോ വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. എന്നാൽ വീടോ കാറോ പോലെയുള്ള വലിയ പർച്ചേസുകൾ തൽക്കാലത്തേക്ക് നീട്ടിവെക്കാൻ ഇവർ തയ്യാറാകും. ഈ 4 വിഭാഗങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്കൊരു ചിത്രം കടന്നുവരികയാണ്. എന്താ പറയാ, നമ്മളൊരു ഹൈവേയിലൂടെ വാഹനം ഓടിക്കുകയാണെന്ന് കരുതുക. പെട്ടെന്നൊരു വലിയ മഴ പെയ്യുന്നു. ഈ മഴയാണ് സാമ്പത്തിക മാന്ദ്യം. നല്ലൊരു ഉദാഹരണമാണ്. നമ്മളിൽ ചിലർ പേടിച്ച് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി വണ്ടി റോഡരികിലേക്ക് മാറ്റി നിർത്തുന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ വിഭാഗം. മറ്റു ചിലർ വൈപ്പർ ഓണാക്കി വേഗത കുറച്ച് വളരെ ശ്രദ്ധിച്ച് ചുറ്റും നോക്കി പതിയെ മുന്നോട്ടു പോകുന്നു. അതാണ് രണ്ടാമത്തെ വലിയ വിഭാഗം. ശരിയാണ്. ഇനി വലിയ ലക്ഷറി കാറുകളിൽ പോകുന്ന ചിലർ മഴയൊന്നും വകവയ്ക്കാതെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് സുരക്ഷിതരായി മുൻപോട്ടു പോകും. അതാണ് മൂന്നാമത്തെ വിഭാഗം. പിന്നെ ഉള്ളത് ബൈക്കിൽ മഴ നനഞ്ഞ് പാട്ടുപാടിപ്പോകുന്ന യുവാക്കളാണ്. മഴയത്ത് വണ്ടി ഓടിക്കുന്നതൊരു രസമായി കാണുന്നവർ. മനുഷ്യന്റെ പെരുമാറ്റത്തെ ഈ തരംതിരിവ് എത്ര കൃത്യമായാണ് വരച്ചു കാണിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു. വളരെ മികച്ച ഒരു സാദൃശ്യപ്പെടുത്തലാണിത്. കൃത്യമായും അതാണ് സംഭവിക്കുന്നത്. മഴയുടെ ശക്തി എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും അവരുടെ വാഹനവും അവരുടെ മാനസികാവസ്ഥയും ഡ്രൈവിംഗ് ശൈലിയും വ്യത്യസ്തമായതുകൊണ്ട് മഴയോടുള്ള അവരുടെ പ്രതികരണങ്ങളും വ്യത്യസ്തമാകുന്നു. അതെ, അതാണ് കാര്യം. ഇതുപോലെ തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിയും. ഇപ്പോൾ ആളുകൾ ആരാണെന്നും അവരൊരു പ്രതിസന്ധിയോടെ എങ്ങനെ വൈകാരികമായി പ്രതികരിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഇതിലും കൗതുകകരമാണ്. ഈ ആളുകൾ തങ്ങൾ വാങ്ങുന്ന സാധനങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് പരിശോധിക്കാം. അവിടെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മഴയത്തെ ഡ്രൈവിംഗ് പോലെ ആളുകളുടെ സ്വഭാവം വ്യത്യസ്തമാണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ അവർ വാങ്ങുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ ഈ വ്യത്യാസം കാണാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ട് കഴിയില്ല? കാരണം മാന്ദ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അരിയും പച്ചക്കറിയും വീട്ടുവാടകയും എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണല്ലോ. ഈ 4 വിഭാഗം ആളുകളും തങ്ങളുടെ ആവശ്യങ്ങളെ ഒരേ രീതിയിലല്ലേ കാണുന്നത്? അവിടെയാണ് നിങ്ങളുടെ ധാരണ തെറ്റുന്നത്. ഈ പഠനം വെളിപ്പെടുത്തുന്ന ഏറ്റവും വിചിത്രമായ കാര്യം അതാണ്. ഉപഭോക്താക്കൾ തങ്ങളുടെ പർച്ചേസുകളെ പ്രധാനമായും 4 തിരിക്കുന്നു. ഉൽപ്പന്നങ്ങളെയും 4 തിരിക്കുന്നുണ്ടോ? അതെ. 1 അത്യാവശ്യ കാര്യങ്ങൾ, അതായത് എസൻഷ്യൽസ്. 2 ചെറിയ സന്തോഷങ്ങൾ, ട്രീറ്റ്സ്. 3 നീട്ടിവെക്കാവുന്നവ, പോസ്റ്റ്പോണബിൾസ്. പിന്നെ 4 പൂർണ്ണമായും ഒഴിവാക്കാവുന്നവ, എക്സ്പെൻഡബിൾസ്. നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇത് ഒരുപോലെയല്ലേ എന്ന് തോന്നും. പക്ഷേ ഈ തരംതിരിവ് തികച്ചും ആപേക്ഷികമാണ്. അതായത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണെന്നാണോ? അതെ. ഉപഭോക്താക്കളുടെ മനസ്സിൽ ഈ തരംതിരിവ് ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലായിരിക്കും. ഇതൊരിക്കലും സാർവത്രികമല്ല. ഒരു മിനിറ്റ്, അതൊന്ന് വിശദീകരിക്കാമോ? അത്യാവശ്യമെന്ന് പറയുന്നത് എപ്പോഴും അത്യാവശ്യം തന്നെയല്ലേ? ഇതിലെന്താണ് ഇത്ര ചിന്തിക്കാനും വ്യക്തികൾക്കനുസരിച്ച് മാറാനുമുള്ളത്? അത്യാവശ്യം എന്നത് ഒരു തോന്നലാണ്. ഉദാഹരണത്തിന്, ഒരു സാധാരണ സമയത്ത് ആഴ്ച അവസാനം കുടുംബത്തോടൊപ്പം പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് ചിലർക്കൊരു അത്യാവശ്യ കാര്യമായിരിക്കാം. അതെ, അതവരുടെ ഒരു പതിവായിരിക്കാം. എന്നാൽ പെട്ടെന്നൊരു സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ അവരുടെ മനസ്സിലെ മുൻഗണനകൾ മാറും. അപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണം അവർക്ക് ഒഴിവാക്കാവുന്ന എക്സ്പെൻഡബിളായ കാര്യമായി മാറുന്നു. പകരം വില കൂടിയ ഓർഗാനിക് പച്ചക്കറികൾ വാങ്ങി വീട്ടിൽ പാചകം ചെയ്യുന്നത് അവരുടെ പുതിയ അത്യാവശ്യ കാര്യമായി മാറുന്നു. ഓഹോ, അത് കൊള്ളാമല്ലോ. അതുപോലെ സ്ഥിരമായി ജിമ്മിൽ പോകുന്ന ഒരാൾ മാന്ദ്യകാലത്ത് ആ വലിയ ഫീസ് ഒഴിവാക്കാവുന്ന ഒന്നായി കണ്ട് ജിം നിർത്തുന്നു. പകരം വീട്ടിലിരുന്ന് വ്യായാമം ചെയ്യാൻ ഒരു യോഗ മാറ്റോ ഡംബെല്ലോ വാങ്ങുന്നത് അവർക്ക് അത്യാവശ്യമായി മാറുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം
നമ്മളൊരു സാധനം ഒഴിവാക്കുമ്പോൾ അതിന് പകരമായി മറ്റൊരു സാധനത്തിന് നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രാധാന്യം നൽകുന്നു അല്ലേ? പുറത്തു പോകാത്തതുകൊണ്ട് നമ്മൾ ലാഭിക്കുന്ന പണം വെച്ച് നമ്മൾ എന്തു ചെയ്യുന്നു എന്നതാണ് ഇവിടെ നിർണായകം. അതെ, അവിടെയാണ് മനുഷ്യ മനസ്സിന്റെ ഒരു വിചിത്രമായ സ്വഭാവം നമ്മൾ കാണുന്നത്. ഈ ലാഭിച്ച പണം ഉപയോഗിച്ച് നമ്മൾ സ്വയം ന്യായീകരിച്ച് ചില കാര്യങ്ങൾ ചെയ്യും. എങ്ങനെ? പുറത്തുപോയി സിനിമ കാണുന്നതും വിനോദയാത്ര പോകുന്നതും നിർത്തിയതുകൊണ്ട് വീട്ടിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വലിയൊരു സ്ക്രീനുള്ള TV വാങ്ങുന്നത് ചിലർക്ക് ഒരു ന്യായമായ സന്തോഷമായി അഥവാ ട്രീറ്റായി മാറിയേക്കാം. ഓ, അപ്പോൾ TV എന്നത് അവിടെ ഒരു ആഡംബരമല്ല, ഒരു വിനോദോപാധിയാണ്. അതെ, സാധാരണ സമയത്ത് ഒരു പുതിയ TV വാങ്ങുന്നത് ഒരുപക്ഷെ നീട്ടിവെക്കാവുന്ന കാര്യമായിരുന്നെങ്കിലും പ്രതിസന്ധി സമയത്ത് പുറത്തുപോകാൻ കഴിയാത്തതുകൊണ്ട് അത് അവരുടെ പ്രധാന വിനോദോപാധിയായി മാറുന്നു. ചുരുക്കത്തിൽ ഉപഭോക്താവ് സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തുന്നില്ല, പകരം അവരുടെ പണം ചെലവാക്കുന്ന രീതിയുടെ രൂപം മാറുന്നു. ശരിക്കും നമ്മൾ പുറത്തുപോയി ചെലവാക്കാത്ത പണം നമ്മൾ വീട്ടിനുള്ളിലെ സന്തോഷങ്ങൾക്കായി ചെലവാക്കുന്നു. അപ്പോ ഇതൊരു വലിയ അവസരമല്ലേ? ഈ ഉപഭോക്തൃ മാറ്റങ്ങളും അവരുടെ ഉള്ളിലെ ഭയവും സന്തോഷവും മനസ്സിലാക്കിയാൽ ഒരു കമ്പനി അവരുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം? പണം ചെലവാക്കുന്നത് പൂർണ്ണമായും നിർത്തിവെക്കുകയാണോ വേണ്ടത്? ഒരിക്കലുമില്ല. ലേഖനം വളരെ വ്യക്തമായി പറയുന്നു, ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കുന്നത് ഒരു കോടാലി ഉപയോഗിച്ച് കണ്ണടച്ച് വെട്ടുന്നതിന് പകരമായി. മരം വെട്ടുന്ന കോടാലിയല്ലേ? അതെ, കോടാലി ഉപയോഗിക്കുന്നതിന് പകരം ഒരു സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് വളരെ സൂക്ഷ്മമായി മുറിച്ചു മാറ്റുന്നത് പോലെ ആയിരിക്കണം എന്ന്. സൂക്ഷ്മമായിരിക്കണം. ഏത് ഉൽപ്പന്നത്തിനാണ് നിങ്ങളുടെ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഡിമാൻഡുള്ളത്, ഏത് വിഭാഗം ആളുകളാണത് വാങ്ങുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി വേണം മാറ്റങ്ങൾ വരുത്താൻ. 2001 സാമ്പത്തിക മാന്ദ്യകാലത്ത് വാൾമാർട്ട് ചെയ്തത് വലിയൊരു ഉദാഹരണമാണ്. വാൾമാർട്ട് എന്ത് ചെയ്തു? അവരുടെ ആ എവറിഡേ ലോ പ്രൈസസ് എന്ന തന്ത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സാമ്പത്തിക ഭയം മൂലം വിലക്കുറവ് അന്വേഷിച്ചു വന്ന വലിയൊരു വിഭാഗം ഉപഭോക്താക്കളെ, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രയാസമുണ്ടെങ്കിലും ക്ഷമയുള്ളവർ എന്ന വിഭാഗത്തെ കൃത്യമായി ലക്ഷ്യം വെക്കാൻ അവർക്ക് കഴിഞ്ഞു. അതെ, അവരുടെ പരസ്യങ്ങൾ ഈ വിഭാഗത്തിന്റെ ആശങ്കകളെയാണ് അഭിസംബോധന ചെയ്തതല്ലേ? തീർച്ചയായും. വാൾമാർട്ടിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വളരെ കൗതുകകരമായ മറ്റൊരു കാര്യം ഓർമ്മ വരുന്നു. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഉൽപ്പന്നത്തെക്കുറിച്ചാണ്. ഡി ബിയേഴ്സ് എന്ന ഡയമണ്ട് കമ്പനിയുടെ കഥ. ഇത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. അതൊരു ക്ലാസിക് ഉദാഹരണമാണ്. നോക്കൂ, സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ ആളുകൾക്ക് സ്വാഭാവികമായും വിലപിടിപ്പുള്ള വജ്രങ്ങളോടുള്ള താൽപ്പര്യം കുറയുമല്ലോ. തൊഴിൽ പോകുമോ എന്ന് പേടിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ലക്ഷങ്ങൾ കൊടുത്ത് ഡയമണ്ട് വാങ്ങാൻ പോകുമോ? അപ്പോൾ ഡി ബിയേഴ്സ് എന്ത് ചെയ്തു? അവർ തങ്ങളുടെ പരസ്യ ബഡ്ജറ്റ് കുറച്ചില്ല, പകരം ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. അതെ, അതൊരു വളരെ ധീരമായ തീരുമാനമായിരുന്നു. പ്രതിസന്ധിക്കാലത്ത് എല്ലാം നഷ്ടപ്പെടുന്നു, എല്ലാറ്റിനും താൽക്കാലികമായ ആയുസ്സേ ഉള്ളൂ എന്ന തോന്നൽ ആളുകൾക്കുള്ളപ്പോൾ വജ്രങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നതാണ്, അഥവാ ഡയമണ്ട്സ് ആർ ഫോറെവർ എന്ന് ഓർമ്മിപ്പിച്ച് അവർ തങ്ങളുടെ മൂല്യം ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു. ചുറ്റുമുള്ള ലോകം തകരുമ്പോഴും മാറ്റമില്ലാതെ നിൽക്കുന്ന ഒന്നിനോടുള്ള മനുഷ്യന്റെ വൈകാരികമായ ആഗ്രഹത്തെയാണ് അവർ അവിടെ ശരിക്കും ഉപയോഗിച്ചത്. വളരെ കൃത്യമായ നിരീക്ഷണമാണ്. ഡി ബിയേഴ്സ് മനസ്സിലാക്കിയത് വജ്രമെന്നത് വെറുമൊരു തല്ലോ ആഡംബരമോ അല്ല, മറിച്ച് അത് പ്രണയത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു പ്രതീകമാണ് എന്നാണ്. നിങ്ങളുടെ ഉൽപ്പന്നം ഈ 4 വിഭാഗങ്ങളിൽ ഏതിൽ വരുന്നു എന്ന് മനസ്സിലാക്കുകയും അതിനെ ഉപഭോക്താവിന്റെ വൈകാരിക ആവശ്യങ്ങളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രധാനം. അതായത് പ്രൊഡക്റ്റ് അല്ല, ഇമോഷനാണ് വിൽക്കുന്നത്. അതെ, മറ്റൊരു ഉദാഹരണം പറയാം. പെപ്സിക്കോ. സാമ്പത്തിക മാന്ദ്യകാലത്ത് ആളുകൾ തങ്ങളുടെ ചെലവുകൾ ചുരുക്കുമ്പോൾ ഒരു കുപ്പി പെപ്സി വാങ്ങുന്നതവർ ഒരു ചെറിയ സന്തോഷമായി അഥവാ ട്രീറ്റ് ആയി കാണുന്നു എന്ന് കമ്പനി മനസ്സിലാക്കി. വളരെ കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന ഒരു നിമിഷത്തെ ആശ്വാസം. അത് ശരിയാണല്ലോ. വലിയ പർച്ചേസുകൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തും. അതുകൊണ്ടവർ തങ്ങളുടെ പരസ്യങ്ങൾ ഈ സമയത്ത് വർദ്ധിപ്പിച്ചു. ജനങ്ങൾ വലിയ പർച്ചേസുകൾ മാറ്റിവെക്കുമ്പോൾ ഇത്തരം ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാൻ അവരെപ്പോഴും തയ്യാറായിരിക്കും. അത് വളരെ യുക്തിസഹമാണ്. എന്നാൽ പരസ്യങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പരസ്യങ്ങൾ മാത്രം മാറ്റിയാൽ മതിയോ? ആളുകളുടെ പോക്കറ്റിനിണങ്ങുന്ന രീതിയിൽ നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ മാന്ദ്യകാലം ഒട്ടും അനുയോജ്യമല്ല എന്ന്. അത് ശരിയാണോ? പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ പറ്റിയ സമയമല്ല എന്ന ചിന്ത പൂർണ്ണമായും തെറ്റാണ്. അല്ലേ?
പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പുതിയ സാഹചര്യത്തിനനുസരിച്ച് ഉൽപ്പന്നങ്ങളെ മാറ്റിയേ തീരൂ. പാക്കറ്റുകളുടെ വലിപ്പം കുറച്ചും ആകർഷകമായ വിലക്കിഴിവുകൾ നൽകിയും കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ഉപഭോക്താക്കൾക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റണം. അൻഹ്യൂസർ ബുഷ്, പ്രോക്ടർ ആൻഡ് ഗാംബിൾ തുടങ്ങിയ കമ്പനികൾ ചെയ്തത് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു. അവരെന്താ ചെയ്തത്? വില കുറച്ചോ? അവർ തങ്ങളുടെ പ്രീമിയം ബ്രാൻഡുകളുടെ വില കുറയ്ക്കാൻ തയ്യാറായില്ല. കാരണം വില കുറച്ചാൽ ആ ബ്രാൻഡിന്റെ ഇമേജ് നഷ്ടപ്പെടും. പകരം അവർ വിലക്കുറവുള്ള പുതിയ ഫൈറ്റർ ബ്രാൻഡുകൾ വിപണിയിലിറക്കി. ഓ, കുറഞ്ഞ വിലയ്ക്ക് പുതിയൊരു ബ്രാൻഡ്. അതെ, ഇതിലൂടെ തങ്ങളുടെ പ്രധാന ബ്രാൻഡിന്റെ മൂല്യം നഷ്ടപ്പെടാതെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ആഗ്രഹിക്കുന്ന സാധാരണക്കാരെ അവർക്ക് ഒപ്പം നിർത്താൻ കഴിഞ്ഞു. പക്ഷേ എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആളുകൾ മാന്ദ്യകാലത്ത് പണം വളരെ ശ്രദ്ധിച്ച് മാത്രം ചിലവാക്കുന്നവരാണെന്ന്. അങ്ങനെയുള്ള സമയത്ത് പുതിയ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഇന്നൊവേഷൻസ് വിപണിയിലിറക്കിയാൽ അത് പരാജയപ്പെടില്ലേ? പുതിയതായി എന്തെങ്കിലും പരീക്ഷിക്കാൻ ഉപഭോക്താക്കൾ തീർച്ചയായും മടിക്കില്ലേ? നമ്മൾ ഒറ്റനോട്ടത്തിൽ അങ്ങനെ കരുതും. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. 2001 മാന്ദ്യകാലത്ത് P&G പുറത്തിറക്കിയ സ്വീപ്പർ വെഡ്ജറ്റ് എന്ന ഉൽപ്പന്നം എങ്ങനെയാണ് ചരിത്ര വിജയമായതെന്ന് നോക്കുക. അതൊരു തറ തുടയ്ക്കുന്ന സാധനമല്ലേ? അതെ, തറ തുടയ്ക്കുന്ന ജോലി വളരെ എളുപ്പമാക്കുന്ന ഒരു പുതിയ തരം മോപ്പായിരുന്നു അത്. മാന്ദ്യകാലത്ത് ആളുകൾ വില കൂടിയ വീട്ടുജോലിക്കാരെ ഒഴിവാക്കി സ്വന്തമായി ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയമായിരുന്നു അത്. അതൊരു വലിയ പോയിന്റാണ്. ആ സമയത്ത് അവരുടെ സമയം ലാഭിക്കുന്ന, അവർക്ക് യഥാർത്ഥത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ഉൽപ്പന്നം വന്നപ്പോൾ അവർ അത് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഉപഭോക്താവിന്റെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അത് അവരുടെ സമയമോ പണമോ ലാഭിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ, അവർ പുതിയവ പരീക്ഷിക്കാൻ എപ്പോഴും തയ്യാറാണ്. ഉപകാരപ്രദമായ ഒരു ഇന്നൊവേഷന് മുന്നിൽ മാന്ദ്യം ഒരു തടസ്സമല്ല. അതൊരു വലിയ തിരിച്ചറിവാണ്. ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി അതിനൊരു പരിഹാരം നൽകിയാൽ അവർ അത് വാങ്ങും. എന്നാൽ വെറും വിലക്കുറവോ പുതിയ ഉൽപ്പന്നങ്ങളോ കൊണ്ട് മാത്രം ഉപഭോക്താക്കളെ എക്കാലത്തേക്കും പിടിച്ചു നിർത്താൻ കഴിയുമോ? സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുപക്ഷെ അവർക്ക് വേണ്ടത് വെറുമൊരു ഉൽപ്പന്നം മാത്രമല്ല, കുറച്ചുകൂടി വൈകാരികമായ മനസ്സിലാക്കലും പിന്തുണയുമായിരിക്കില്ലേ? 100% ശരിയാണ്. ഇതൊരു കേവലമായ കച്ചവടത്തിനപ്പുറമുള്ള കാര്യമാണ്. ബ്രാൻഡുകൾ ജനങ്ങളുടെ അനുഭാവം അഥവാ എംപതി കാണിക്കേണ്ട സമയമാണിത്. ഞങ്ങളും നിങ്ങൾക്കൊപ്പം ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു, ഞങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്ന സന്ദേശം നൽകാൻ കഴിയണം. ഡെൽ കമ്പ്യൂട്ടറുകൾ ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ഡെൽ എങ്ങനെയാണ് ആ എംപതി കാണിച്ചത്? നമ്മൾ ആദ്യം പറഞ്ഞ 4 വിഭാഗം ആളുകൾക്കും യോജിക്കുന്ന രീതിയിൽ അവരുടെ വൈകാരിക അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് 4 വ്യത്യസ്ത പരസ്യവാചകങ്ങളാണ് ഡെൽ തയ്യാറാക്കിയത്. ഉദാഹരണത്തിന്, പണം ചെലവാക്കാൻ ഭയക്കുന്ന പെട്ടെന്ന് ബ്രേക്കിടുന്നവർക്കായി നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നവ എന്നും, ഇന്നിൽ ജീവിക്കുന്ന യുവാക്കൾക്കായി ദുർബലമായ സമ്പദ്വ്യവസ്ഥ എന്നാൽ കരുത്തനായ നിങ്ങൾ എന്നും അവർ പരസ്യം നൽകി. കൊള്ളാമല്ലോ. ഒരേ ഉൽപ്പന്നം തന്നെ വ്യത്യസ്ത മനസ്സുകളിലേക്ക് വ്യത്യസ്ത രീതിയിൽ അവർ അവതരിപ്പിച്ചു. അതെ, ഓരോ ഉപഭോക്താവിനും കമ്പനി തങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. അനുഭാവം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ക്രേസ്റ്റ് വൈറ്റ് സ്ട്രിപ്സ് എന്ന പല്ല് വെളുപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ പരസ്യമാണ്. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ വെറുമൊരു സൗന്ദര്യവർദ്ധക വസ്തു, അതും പല്ല് വെളുപ്പിക്കാനുള്ള ഒന്ന്, എങ്ങനെ വിൽക്കും? ഇത് പൂർണ്ണമായും ഒഴിവാക്കാവുന്ന ഒന്നല്ലേ? അതെ, മിക്കവാറും ആളുകൾ അത് ഒഴിവാക്കും. എന്നാൽ അവർ ചെയ്തത് വളരെ ബുദ്ധിപരമായൊരു കാര്യമാണ്. ക്രിസ്മസ് കാലത്ത് ജോലിസ്ഥലത്ത് നിന്നും വീട്ടിൽ തിരിച്ചെത്തുന്ന ഒരു പെൺകുട്ടിയുടെ വൈകാരികമായൊരു പരസ്യം അവർ നിർമ്മിച്ചു. അവൾ കുടുംബാംഗങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, അവളുടെ ചിരിയിലൂടെ ആ ഒത്തുചേരലിന്റെ സന്തോഷം അവർ കാണിച്ചു തന്നു. ഇതൊരു പല്ല് വെളുപ്പിക്കുന്ന ഉൽപ്പന്നമാണെന്ന് അവർ അവകാശപ്പെട്ടില്ല. പകരം ഒരു അനുഭവം വിറ്റു, അല്ലേ? അതെ, പകരം കുടുംബത്തോടൊപ്പമുള്ള ഒത്തുചേരലിന്റെ സന്തോഷമാണ് അവർ വിറ്റത്. ചുറ്റും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കുടുംബം എന്ന സുരക്ഷിതമായ ഇടത്തേക്ക് മടങ്ങുന്നതിന്റെ ആശ്വാസം, നമ്മൾ ഒരുമിച്ചാണ് ഈ പ്രതിസന്ധിയെ നേരിടുന്നത് എന്നൊരു സുരക്ഷിതത്വ ബോധം ജനങ്ങളിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. കൃത്യമായും അതാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രം. വിശ്വാസവും വൈകാരിക ബന്ധവും ഊട്ടിയുറപ്പിക്കുക. പ്രതിസന്ധികൾ മാറിക്കഴിഞ്ഞുമ്പോൾ, സാമ്പത്തിക നില ഭദ്രമാകുമ്പോൾ ഉപഭോക്താക്കൾ ആദ്യം ഓർക്കുക, ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് തങ്ങൾക്കൊപ്പം നിന്ന് തങ്ങളെ വൈകാരികമായി മനസ്സിലാക്കിയ ബ്രാൻഡുകളെ ആയിരിക്കും. അവരോട് ഉപഭോക്താക്കൾക്ക് ഒരു പ്രത്യേക മമത തോന്നും.
അപ്പോൾ ഇതെല്ലാം നമ്മളോട് എന്താണ് പറയുന്നത്? മാർക്കറ്റിംഗ് എന്നത് കേവലം സാധനങ്ങൾ വിൽക്കുകയോ വില കുറയ്ക്കുകയോ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനുഷ്യന്റെ മനസ്സിനെ, അവരുടെ ഭയങ്ങളെ, അവരുടെ ചെറിയ ആഗ്രഹങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക കൂടിയാണ്. ബിസിനസ്സുകൾക്ക് എങ്ങനെ നിലനിൽക്കാമെന്നതിലുപരി നമ്മൾ ഉപഭോക്താക്കൾ എന്ന നിലയിൽ എങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ചില സാധനങ്ങൾ വാങ്ങുന്നു എന്നതിന്റെ വളരെ വ്യക്തമായൊരു കണ്ണാടി കൂടിയാണ് ഈ ഹാർവേഡ് ബിസിനസ് റിവ്യൂ ലേഖനം. വളരെ കൃത്യമായ വിലയിരുത്തൽ. സാമ്പത്തിക ശാസ്ത്രവും മനുഷ്യന്റെ മനഃശാസ്ത്രവും ഒന്നിക്കുന്ന ഒരു ബിന്ദുവാണിത്. പ്രതിസന്ധികൾ മനുഷ്യനെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആ ചിന്തകൾ അവരുടെ തീരുമാനങ്ങളെയും അവരുടെ ജീവിതശൈലിയെയും നിർണ്ണയിക്കുന്നു. കമ്പനികൾ ഈ മനഃശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവർ വിജയിക്കുന്നത്. തീർച്ചയായും. ഈ രസകരമായ വിശകലനം അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് നേരിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സാമ്പത്തിക മാന്ദ്യമെല്ലാം കഴിഞ്ഞ് കാര്യങ്ങൾ സാധാരണ നിലയിലാകുമ്പോൾ എല്ലാം പഴയതുപോലെ ആകുമോ? അതോ നിങ്ങളുടെയും എന്റെയും സ്വഭാവത്തിൽ, നമ്മുടെ വാങ്ങൽ രീതികളിൽ എന്നേക്കുമായി മാറ്റങ്ങൾ സംഭവിക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. പരിസ്ഥിതി സൗഹൃദവും സാമൂഹിക ഉത്തരവാദിത്വവുമുള്ള, യഥാർത്ഥത്തിൽ മനുഷ്യനെ മനസ്സിലാക്കുന്ന കമ്പനികളെ മാത്രം നാം പിന്തുണയ്ക്കുന്നൊരു കാലം ഒരുപക്ഷെ ഉടനെ വന്നേക്കാം. നാളെ നിങ്ങൾ പുതിയതായി എന്തെങ്കിലും വാങ്ങാൻ കടയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോഴോ ഈ കാര്യമൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഉൽപ്പന്നം ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ? അതോ നിങ്ങളുടെ വൈകാരികമായ ഏതെങ്കിലും ഒരു ഭയത്തെയോ ആശ്വാസത്തെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു കമ്പനി നിങ്ങളെക്കൊണ്ട് വാങ്ങിപ്പിക്കുന്നതാണോ? ഈ ഒരു ചിന്തയോടെ ഞങ്ങൾ ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിലവിലുള്ള നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളെയും ചുറ്റുമുള്ള വിപണിയെയും തികച്ചും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം.